60 തികഞ്ഞ കേരളത്തിന്റെ എല്ലാ മേഖലകളിലെയും സമഗ്ര വികസനം മുന്നിൽ കണ്ട് ആസൂത്രണ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിവിധ മേഖലകളിൽ നിന്നുള്ള 60 മഹത് വ്യക്തികൾ 60 മൺചിരാതുകൾ തെളിയിച്ചതോടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. അതേസമയം കേരളപ്പിറവി ദിനാഘോഷങ്ങളിലേക്ക് ഗവർണറെ ക്ഷണിക്കാത്തത് പ്രോട്ടോകോൾ പ്രശ്നമുള്ളത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഐക്യ കേരളത്തിന്റെ 60 ആണ്ട് വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീര തുടക്കം. ഉദ്ഘാടന സമ്മേളനത്തിന് മാറ്റേകാൻ സ്വാഗത സംഗീത നൃത്താവിഷ്കാരം. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നുള്ള 60 മഹത് വ്യക്തിത്വങ്ങൾ ചേർന്ന് വേദിയിലൊരുക്കിയിരുന്ന 60 മൺചിരാതുകളിൽ ദീപം തെളിയിച്ചതോടെ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കും തിരിതെളിയുകയായിരുന്നു. കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്നുവെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗവർണറെ പങ്കെടുപ്പിക്കാത്തതിന്റെ വിശദീകരണം നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. ഗവർണറെ മറന്നുപോയിട്ടില്ല. പ്രോട്ടോകോൾ ഗവർണറെ ഈ പരിപാടിയിൽ ക്ഷണിക്കാത്തത് ഒരു വർഷം നീളുന്ന പരിപാടികളിൽ പ്രമുഖമായതിൽ ഗവർണറെ ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എല്ലാ മേഖലയിലെയും വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ആസൂത്രണ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടുതൽ തുല്യതയുള്ള, കൂടുതൽ വികസനമുള്ള, കൂടുതൽ സമാധാനമുള്ള, കൂടുതൽ കെട്ടുറപ്പുള്ള, കൂടുതൽ മതനിരപേക്ഷവും സ്വതന്ത്രവുമായ, കൂടുതൽ ജനാധിപത്യം പുലരുന്ന കേരളത്തിനായി നമുക്ക് സ്വയം പുനരർപ്പിക്കാം. ഓരോരുത്തരും അവരുടെ ചുമതലകൾ വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും നിർവഹിച്ചാൽ കേരളം കേരളമാകുമെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രി ഇ ചന്ദ്രശേഖരൻ, കവയത്രി സുഗതകുമാരി, പി കെ കുഞ്ഞാലിക്കുട്ടി, പി ടി ഉഷ, ഒ രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം ഇങ്ങനെ കാര്യങ്ങൾ പുരോഗമിക്കവെയാണ് മലപ്പുറം കളക്ടറേറ്റിൽ ഉച്ചയ്ക്ക് 1:10 ഉഗ്രസ്ഫോടനവും ഉണ്ടായത്. ആളപായമില്ലെങ്കിൽ പോലും അതുണ്ടാക്കിയ വലിയ ആഘാതം ചെറുതല്ല. അതിൻ്റെ ഭീഷണിയും ഉയർത്തുന്നത് മറ്റൊന്നാണ്. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ പോൾ, JR പത്മകുമാർ, ഫക്രുദ്ദീൻ, J അജിത് കുമാർ, സംവിധായകൻ കമൽ, സുരേന്ദ്ര ബാബു എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ കേരളപ്പിറവി ദിവസം തന്നെ മലപ്പുറം കളക്ടറേറ്റിൽ കോടതിക്ക് സമീപം സ്ഫോടനമുണ്ടായി. അമോണിയം നൈട്രേറ്റും പ്രഷർ കുക്കറും ഒക്കെ ഉപയോഗിച്ചാണ് ബോംബാണ് പൊട്ടിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ഥിരീകരണം അത്തരത്തിലെത്തുകയും ചെയ്തു. അതിൻ്റെ വാർത്ത ആദ്യം ഒരിക്കൽ കൂടി കാണാം, അല്ലെങ്കിൽ ആ വാർത്തയിലേക്ക് എത്താം. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ ആദ്യമായി കിടക്കുന്നതിന് മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ, അതായത് നല്ല തുടക്കമായിരുന്നു, സമഗ്രമായ പദ്ധതികൾ, നവോത്ഥാന കേരളത്തിൻ്റെയും അതിനെ തുടർന്ന് വന്ന ഇടതു കേരളത്തിൻ്റെയും ഒക്കെ വളരെ സമഗ്രമായ തുടക്കം. വെളിയിട മാലിന്യമുക്ത കേരളം, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളും ഒക്കെയായി വളരെ സമഗ്രമായി തുടങ്ങുന്നു. പക്ഷേ ചില കല്ലുകടികൾ ചില ഭാഗത്തുണ്ടായി. അതിലൊന്ന് മലപ്പുറത്തുണ്ടായ സ്ഫോടനമാണ്, അതും കൊല്ലത്തിൻ്റെ മാതൃകയിൽ തന്നെ. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൻ്റെ മൊത്തം നേട്ടങ്ങൾ ഷോക്കേസ് ആയിരുന്നു. കേരളത്തെ പോലെ ഇങ്ങനെ അസൂയാവഹമായ നേട്ടം കൈവരിക്കാൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും പറ്റിയിട്ടില്ല എന്ന് ആത്മാഭിമാനമുള്ള മലയാളിയെ തന്നെ ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ സ്വയം കമ്പയർ ചെയ്യുന്നത് ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ശുചിത്വ രംഗത്തെല്ലാം തന്നെ ലോകത്ത് ഈ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അമേരിക്ക ഒന്നല്ല, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടാണ്. അതിൽ അഭിമാനമുണ്ട് നമ്മൾക്ക്. എന്തുകൊണ്ട് ഈ രീതിയിൽ ഭാരതത്തെ നയിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മറ്റ് സ്ഥലങ്ങളുണ്ടായിരുന്നു, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത് പോസിബിളായി? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 57 ഗവൺമെൻറ് ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബില്ല്, അതിനുശേഷം വന്നിട്ടുള്ള ഗൾഫ് മൈഗ്രേഷൻ, അതിൻ്റെ റിട്ടേൺസ് ആൻഡ് പിന്നെ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളെ സാക്ഷരതാ പ്രവർത്തനം, ജനകീയ ആസൂത്രണം, അങ്ങനെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് മത്സരിക്കേണ്ടതുകൊണ്ട് അവരൊരു സെൻട്രൽ ലെഫ്റ്റ് നിലപാടെടുക്കുകയും അവർ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് പിന്നോക്കം പോകാതിരിക്കുകയും ചെയ്തു. അതാണ് കേരളത്തെ പോസിബിളാക്കി. അഭിമാനമുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകും. വികസന രംഗത്തെ മുന്നോട്ട് ആദിവാസികളെ, ദളിതരുടെ പ്രശ്നങ്ങൾ, അതാണ് കേരളം ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രോബ്ലം. ഈ വിഷയങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വികസന രംഗത്ത് സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതി സൗഹാർദ്ദ വികസനം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പൊതുമേഖലയെ കൂടുതൽ നവീകരിച്ചുകൊണ്ട് അതിന് ചിലപ്പം അയൺ ഹാൻഡിന് വേണ്ടിയിരിക്കും കേരളം മുന്നോട്ട് പോകും. അതിനിടയ്ക്ക് ഈ മലപ്പുറത്തുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ നിരാശാജനകമാണ്. കാരണം കേരളത്തെ ഒരു കലാപത്തിൻ്റെ ഹബ്ബായി മാറ്റാൻ, തീവ്രവാദത്തിൻ്റെ ഹബ്ബായി മാറ്റാനുള്ള ഒരു ശ്രമം 57 എങ്ങനെയാണോ EMS വന്ന സമയത്ത് കേരളത്തെ അങ്ങനെ മാറ്റാൻ അമേരിക്ക കാശയച്ചത്, അമേരിക്ക ഇതിന് പിന്നിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഏതൊക്കെ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യം അമേരിക്ക തന്നെയാണെന്ന് തുറന്നു പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ.
ഉണ്ട്. അല്ല, 57 വളരെ കൃത്യമായിട്ട് അമേരിക്കയാണ് മൊയ്നിഹാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ നമുക്കിപ്പോൾ അമേരിക്ക എന്ന് ഞാൻ പറയുന്നില്ല, അന്ന തെളിവുകളൊക്കെ ഉണ്ട്. ഏതായാലും കേരളത്തെ കലാപകലുഷിതമാക്കാൻ ജിഹാദിന്റെ കേന്ദ്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് എളുപ്പം ഈ എന്തിനാ മലപ്പുറത്ത് തന്നെ കൊണ്ട് സ്ഫോടനം ഉണ്ടാക്കിയത്? മുസ്ലിം തീവ്രവാദികളെ മലപ്പുറത്ത് കൊണ്ടുവച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊല്ലത്തും സാധാരണ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം ഈ മലപ്പുറത്ത് അല്ലെങ്കിൽ കൊല്ലം പോലെയുള്ള അല്ല കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലത്തായിരുന്നു മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മുസ്ലിംസ് ആയിരുന്നു ചെയ്തതെങ്കിൽ ഒരു കാരണവശാലും ആ മലപ്പുറത്ത് പോലുള്ള സ്ഥലത്ത് അവർ ചെയ്യില്ല. കാരണം എന്താ പറയുക, അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് ഏതൊക്കെ ബാഹ്യശക്തികൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള 98 എറണാകുളത്തും കോടതിയുടെ ഇതിന് സമാനമായി കോടതിയുടെ മുകളിൽ കോഴിക്കോടും പൈപ്പ് ബോംബ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണം വരുന്നതിന് മുമ്പ് കൺക്ലൂഷനിലേക്ക് എടുത്തിയാടുന്നത് നമ്മൾ കോമൺ സെൻസ് നമ്മൾ നിരന്തരമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതേമാതിരി പിന്നെ കൂടായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച മറ്റ് കേസുകൾ ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സംജോത എക്സ്പോസ് കേസൊക്കെയാണ്. അതിന്റെ പിന്നിലൊക്കെ ഹോം ഗ്രൗൺ ടെററിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിന് പിന്നെ നമ്മൾ ആദ്യം മുസ്ലിം തീവ്രവാദത്തെയാണ് കുറ്റപ്പെടുത്തിയത്. ഇത് മുസ്ലിം തീവ്രവാദത്തിന്റെ അതുപോലെ ഉമ്മയുടെ ഒന്നൊരു സാഹചര്യം ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരുപാട് ഡയമെൻഷൻസിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും കേരളം ഈ അർത്ഥത്തിൽ കേരളത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ എവിടെയൊക്കെ വട്ടം കൂട്ടുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ പുരോഗതിയോടുകൂടി നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ തന്നെ ഇതേപ്പറ്റി നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ശ്രീ പത്മകുമാർ, കേരളം പിറന്ന ദിവസം ഒരുപക്ഷെ കൈകോർത്തുള്ള മുന്നോട്ടുള്ള പോക്കിനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് നിർദ്ദേശങ്ങളോടുകൂടി മുമ്പോട്ട് പോകാം. വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമായി കേരളത്തിൽ ആദ്യമായി ഇന്ത്യയിൽ കേരളം മാറുന്നു എന്നത് ചെറിയ കാര്യമല്ല. അത് നവോത്ഥാനത്തിൻ്റെയും ഇപ്പോൾ ഫക്രുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ഭരണത്തിൻ്റെയും മറ്റ് ബഹുസ്വരതയുടെയും ഒക്കെ ബാക്കി പത്രങ്ങളാണ്. പക്ഷേ ചിലയിടങ്ങളിൽ കല്ലുകടികളായി വർഗീയത ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് വേറൊരു തരത്തിൽ ഒരു വർഗീയതയുടെ ഇതുണ്ടാകുന്നു. ഇന്ന് ബോംബ് സ്ഫോടനം പോലെ ഭീകരതയിലേക്ക് എത്തുന്നു. അവിടെയും എഴുതി കാണിച്ചത് ദാദ്രിയിലെ വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ കേരളത്തെ കൂടി ആ ഭീകരതയിലേക്ക് വലിച്ചിടാനൊരു ശ്രമവും നടക്കുന്നു. അതിനെ നാം തള്ളിക്കളഞ്ഞുകൂടാ. ആദ്യം താങ്കൾ പറഞ്ഞ ആദ്യത്തെ വിഷയം തന്നെ ഈ 60 വർഷം ആഘോഷിക്കുന്നതിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് ഫക്രുദ്ദീൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മൾ സത്യസന്ധമായി, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് അങ്ങനെ പറയും, സത്യസന്ധമായി വിലയിരുത്തിയാൽ കുതിപ്പാണോ കിതപ്പാണോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. കുറച്ച് ഗൾഫ് പണത്തിൻ്റെ ഒരു പൊലിപ്പും അതുപോലെ തന്നെ ലോട്ടറിയും മദ്യവും ഇല്ല എങ്കിൽ കേരളത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് വിടുന്ന പാട്. ഈ ആരോഗ്യരംഗത്തൊന്നും നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരു മുന്നേറ്റമില്ല. മരണനിരക്ക് കുറച്ചിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ രോഗാതുരതയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ശരാശരിയേക്കാൾ കൂടുതലുള്ള സംസ്ഥാനമാണ് ഈ കേരളം. ഇവിടെ ഇന്ത്യയിൽ വിൽക്കുന്ന മരുന്നിൻ്റെ 25% വിൽക്കുന്നത് കേരളത്തിലാണ്. മനോരോഗത്തിൻ്റെ മരുന്നിൻ്റെ ഏറ്റവും കൂടുതൽ 33% വിൽക്കുന്നത് കേരളത്തിലാണ്. ജനസംഖ്യ നോക്കണം, ടോട്ടൽ പോപ്പുലേഷൻ കേരളത്തിൻ്റെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഞാൻ അത് പറഞ്ഞോട്ടെ, ഞാൻ MPയുടെ പറയല്ലേ, നമ്മൾ സത്യസന്ധമായി വസ്തുതകൾ വിലയിരുത്തിയിട്ടുള്ള ഞാൻ പറഞ്ഞത്. അല്ല, MP പറഞ്ഞു വേറെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിനാണ്. അതായത് ഗൾഫ് മണിയുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനെ പോലെ ഇത്രയേറെ പരിണിതപ്രജ്ഞനായ JR പത്മകുമാർ പറയുമ്പോൾ BJP പ്രവർത്തകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയുമ്പോൾ വലിയ വിഷമങ്ങളുണ്ട് അതിനകത്ത്. സമരങ്ങളിലൂടെയും അല്ലാതെ തൊഴിലാളി വർഗ പ്രവർത്തനങ്ങളിലൂടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു വലിയ സാംസ്കാരിക ക്രമമുണ്ട്. ഒരുപക്ഷെ ഗുജറാത്തിലെ വെളിയിട വിസർജന സംസ്ഥാനമായി മാറാനായില്ല. അമേരിക്കൻ മണി ഒരുപാട് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന CPM-ന്റെ നിലപാടെന്താ? വളരെ മോശമായി, മോഡി കക്കൂസ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാണ്. എന്നിട്ട് ഇപ്പം തന്നെ ഈ പരിപാടിയിൽ ഈ വിസർജന വിമുക്ത കേരളത്തിൽ ഒരു ശൗചാലയത്തിന് 13,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുക, 2,500 രൂപ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങളിതാ ഈ 5 മാസം കൊണ്ട് കേരളത്തിൽ മുഴുവൻ കക്കൂസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അഭിമാനം. അതൊന്നുമല്ല, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സാമൂഹിക പരിഷ്കാരങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന് മുമ്പ് ഉണ്ടായ കാര്യങ്ങളാണ്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിനൊരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെ ഏക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല, ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ അവരെ സാമൂഹിക അതായത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വാഹനത്തിൽ ഓടിയതിനു ശേഷം പെട്രോൾ ടാങ്ക് തുറന്ന എണ്ണ എവിടെയെന്ന് ചോദിക്കുന്നത് പോലെ എന്നാണ്. ഇതേ ചോദ്യം പണ്ടുണ്ടായപ്പോൾ ശ്രീ
വിജയം മാഷ് പറഞ്ഞത്. സി ഫക്രുദ്ദീൻ മറുപടി ഉണ്ടോ? ഞാൻ പറഞ്ഞു തീർന്നില്ല. വസ്തുതകൾ നമുക്ക് അല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു. അല്ല, ഒറ്റ കാര്യം വസ്തുതകൾ കൊണ്ട് നേരിടാം. അപ്പൻചേട്ടൻ പറഞ്ഞ് ഗൾഫ് മൈഗ്രേഷൻ കൊണ്ടാണ് കേരളത്തിൽ ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഉയർന്ന പുരോഗതി ഉണ്ടായത്. 80-കൾക്ക് ശേഷമാണ് ഗൾഫ് മൈഗ്രേഷൻ ശക്തിപ്പെട്ടത്. 78-ലാണ് ഗൾഫ് ആരോഗ്യം എടുക്കുക 78-ലാണ് ഗൾഫ് ഏറ്റവും ശക്തമായി വരുന്നത്. എന്നാൽ 80-കളോട് കൂടി തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നോട്ട് പോകാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തത്തുല്യമായ രീതിയിൽ എങ്ങനെയാണ് UNDP റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളം ആരോഗ്യരംഗത്ത് ഒന്നാമതെത്തിയത്? ഒന്നാമത്തെ ചോദ്യം. ഇനിയിപ്പം പപ്പൻചേട്ടൻ പറയുന്ന കാര്യം എന്താണ്? കേരളത്തിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാണ്. മലയാളി ജീവിത നിലവാരം മൊത്തം ഉയർന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ഗുജറാത്തിൽ 65% സ്ത്രീകൾക്ക് മാൽ ന്യൂട്രീഷൻ അനുഭവപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഈ ദളിതർക്ക് ഏതാണ്ട് 80% ഈ പ്രോബ്ലം ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സബ്സാഹറൻ ആഫ്രിക്കയെ വെല്ലുന്ന രീതിയിലുള്ള ദരിദ്രന്മാർ ഗുജറാത്തുണ്ട്. ഞാൻ പറഞ്ഞ കണക്കുകളല്ല, ദേശീയ മറ്റേതുണ്ടല്ലോ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ കണക്കുകളാണ്, UNDP-യുടെ ഒക്കെ ഉള്ള സമയത്ത് കേരളത്തിൽ എന്താ പ്രശ്നം? കേരളത്തിൽ ഇതിന്റെ 4-1 പോലെ നമ്മൾ പ്രശ്നങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അജീർണം പിടിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് ആദിവാസി മേഖലയിൽ മാത്രമാണ്, അതും ഗുജറാത്തിനെ അപേക്ഷിച്ച് എത്രയോ ഭേദമാണ്. അപ്പോൾ കേരളത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോണ്ടായ പുതിയ പ്രശ്നങ്ങളാണ്. രണ്ട്, നമ്മൾ ചെറിയ അസുഖം വന്നാൽ പോലും ഇവരെ പോലെ ഗുജറാത്തിനെ പോലെ മന്ത്രവാദിയുടെ അടുത്തേക്കല്ല ഡോക്ടറെ എത്തും, അത് രജിസ്റ്റർ ചെയ്യപ്പെടും. ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും, അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അവിടെ ബലാത്സംഗം ചെയ്താൽ കൊന്നാലും പോലും ചില സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയില്ല. അപ്പം കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. രണ്ട്, മാനസിക രോഗം. കേരളം ഒരു ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് ട്രാൻസിഷൻ സ്റ്റേജിലുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റി ഒരു വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്ക് മാറും. എന്താ പ്രശ്നം വെച്ചാൽ മാനസികമായ സമ്മർദ്ദങ്ങൾ കൂടും. വിവരമുള്ള സൊസൈറ്റി കൂടെ മെഡിസിൻ എടുക്കും, അത് റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് കാണേണ്ടത്. എങ്ങനെ വസ്തുതകൾ ഉണ്ടാവുന്നു അത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ അജിത് കുമാർ, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സംവിധായകൻ കമൽ കൂടി ചേരുകയാണ്. ശ്രീ കമൽ, കേരളത്തിന്റെ 60 നിറവിൽ എത്തുമ്പോൾ അതിന്റെ ഒരു സാംസ്കാരിക വശം കൂടി പരിശോധിക്കാതെ വയ്യ. വളരെ സമാധാനപരമായും സർഗാത്മകവുമായി വികസിപ്പിക്കാം എന്നായിരുന്നു ചർച്ച വികസിച്ചത്. ഈ ബഹളം കേട്ട് പേടിക്കേണ്ട, അത് സർഗാത്മകതയുടെ ഭാഗം തന്നെയാണ്. ശ്രീ കമൽ, അതായത് നമ്മൾ വലിയ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമാകുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ ആദ്യമായി ആകുന്നു എന്നത്. അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട്. പക്ഷേ അപ്പോഴും ചില വർഗീയതയുടെ ഭീഷണികൾ, എല്ലാ കോണിലും ഉള്ള വർഗീയതയുടെ ഭീഷണികൾ ഉണ്ടാകുന്നു. മലപ്പുറത്ത് നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, അതും അത്തരത്തിലൊരു വർഗീയതയുടെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കെങ്ങനെ സമഗ്രമായെന്ന് വിലയിരുത്താം? ഇതിനു മുമ്പുള്ള തർക്കം ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ഞാൻ ഫോണിലാണല്ലോ. അത് കേരളത്തിന്റെ വികസനത്തെ ചൊല്ലി BJP പ്രതിനിധിയും ഇടതുപക്ഷ അനുഭാവിയും തമ്മിലുള്ള തർക്കമായിരുന്നു. ഇനി തുടരാം. അത് നമ്മൾ കുറെ കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഈ എന്താ പറഞ്ഞ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു സാംസ്കാരിക ഫാസിസത്തിന്റെ തുടർച്ച തന്നെയാണ് ഇതൊക്കെ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടരെ ഉണ്ടായി അതൊരു വലിയ ചെയിനായി ഈ സാംസ്കാരിക കടന്നാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആദ്യമൊക്കെ അതിന് കുറെ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൽബുർഗിയും പൻസാരയുടെ ഒക്കെ വധം മുതൽ നമ്മളത് കാണുന്നതാണ്. ഇപ്പൊ കേരളത്തിലേക്കും അതിന്റെ പല രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ദൃഷ്ടാന്തം തന്നെയാണ് ഇന്നലെ ചർച്ചയിൽ ഞാൻ കേട്ടതാണ്. ശ്രീ പത്മകുമാർ ഇവരെ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഈ ശബരിമലയില് ഡൽഹിയിൽ ചെന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എല്ലാ കാര്യത്തിലും വർഗീയത കാണുന്നു എന്നുള്ളത്, ഞാനിപ്പോ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയല്ല, എല്ലായിടത്തും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഈ 60 വർഷം എത്തിയ കേരളം എത്രമാത്രം പുറകോട്ട് പോയി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ നമുക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നവോത്ഥാന നായരൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ച ഒരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടായാലും മറ്റെന്തിനു വേണ്ടിയിട്ടായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പുതിയ തലമുറ എത്തിക്കുന്നതിന് എല്ലാവരും ഉത്തരവാദികളാണ്. എല്ലാവരും അതിന് സമാധാനം പറയേണ്ടി വരും. എനിക്കങ്ങനെ തോന്നുന്നു. പുതിയ തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രകൃതിയോടായാലും പരിസ്ഥിതിയോടൊക്കെ കാണിക്കുന്ന ക്രൂരതയെ പോലെ തന്നെയാണ് ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു ഇതും ഈ പുതിയ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളും മതങ്ങളും ഒക്കെ അതിന് ഉത്തരവാദിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 60ാം പിറന്നാൾ അവസ്ഥയിൽ കലാകാരന്മാരും ഞങ്ങളെപ്പോലുള്ള എന്താ പറയാ സാംസ്കാരിക രംഗത്ത് ജീവിക്കുന്നവരും ഭയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്.
ആവിഷ്കാരം എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ആവിഷ്കാരം, അതിപ്പോ കലാരംഗത്തെയും സാഹിത്യത്തിനെയും മാത്രമല്ല ആവിഷ്കാരം, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ആവിഷ്കാരമുണ്ട്. അതിൽ പോലും നമുക്ക് കൂച്ചുവലങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എല്ലായിടത്തും ഇത്തരം കടന്നുകയറ്റങ്ങൾ തീവ്രവാദത്തിൻ്റെതായ മതത്തിൻ്റെതായാലും ശരി വർഗീയ ചിന്തയുടേതായാലും ശരി ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ പേടിപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വളരെ ക്രിയാത്മകമായ നിർദ്ദേശം തന്നെയാണ്. ശ്രീ കമൽ ദയവായി തുടരൂ. ശ്രീ അജിത് കുമാർ, അതായത് ശ്രീ കമൽ മുമ്പോട്ട് വെച്ച ഒരു കാര്യം, രണ്ട് കാര്യങ്ങളുണ്ട്. അതൊരു വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഒന്ന്, കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ വിധം സാമൂഹികക്ഷേമപരമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ മറ്റൊരു കോണിൽ നാം അതുപോലെ പിന്നിലേക്ക് പോവുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ വിഷയങ്ങളിൽ. ആ വൈരുദ്ധ്യം ശ്രീ അജിംഷാദ്, അതിന് മുമ്പായിട്ട് എനിക്കൊരു ഒരു 2 മിനിറ്റ് കൂടുതലായിട്ട് തരണം എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണെന്ന് തന്നെ പറഞ്ഞോട്ടെ. പ്രത്യേകിച്ച് ഈ കേരള പിറവിയുടെ 60ാം വാർഷിക ആഘോഷത്തിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ചാനലിൽ പങ്കെടുക്കാൻ, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അതിൽ ഒരുപാട് ഇറ്റ് ഈസ് എ പ്രൗഡ് പ്രിവിലേജ്, ഞാനത് വളരെ അഭിമാനം കൊള്ളുന്നു. ഒന്ന്. പക്ഷേ എനിക്ക് ചെറിയൊരു ഞാനൊരു എന്താ പറയുക, ഒരു പ്രതിഷേധത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ചെറിയ പാളിച്ച സംഭവിച്ചു എന്ന് ഞാൻ പച്ചയ്ക്കങ്ങ് പറയാം. ഞാനിപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ കാണുന്നു. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലാണോ എന്ന് എനിക്കറിയില്ല, ആയിരിക്കും. ഞാൻ ശ്രീ കമലിൻ്റെ ടെലിഫോണിലുള്ള ഇതും കേട്ടു. ഇവിടെ എന്നോടൊപ്പം ഉള്ള ശ്രീ ഫക്രുദ്ദീൻ്റെയും ശ്രീ പത്മകുമാറിൻ്റെയും സംഭാഷണങ്ങളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അജിംസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ തുടക്കം പാളിയത് മലപ്പുറത്തുണ്ടായ ഒരു ചെറിയ ബ്ലാസ്റ്റിലൊന്നും അല്ല തുടക്കം പാളിയത്. തുടക്കത്തിലെ കല്ല് കടിച്ചു എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ നിയമസഭാ സമുച്ചയത്തിൽ ഈ കേരളത്തിൻ്റെ വജ്ര ജൂബിലിയുടെ ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു. ഓക്കെ, അതിൻ്റെ 1-ാം ദിവസമാണെന്ന് നവംബർ 1, 2016. ഇത് തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായ ഒരു വല്ലാത്തൊരു ദുരനുഭവം ഉണ്ടായി. നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ 1956 നവംബർ 1 കേരളം പിറവിക്ക് ശേഷം 1957 കേരളത്തിൽ നമ്മളെല്ലാം അഭിമാനത്തോടെ പറയുന്ന ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, അതിനെക്കുറിച്ച് തർക്കമുണ്ട്, അത് വേറെ നിൽക്കട്ടെ. പെൻസിലയിലോ അല്ലെങ്കിൽ ഗോട്ടിമാലയിലോ തന്നെയാണ് അതിൻ്റെ തർക്കം. ആയിക്കോട്ടെ, ഓക്കെ, എന്നാൽ ആ തർക്കമില്ല. ആ മന്ത്രിസഭയിൽ EMS കഴിഞ്ഞാൽ രണ്ടാമതായിരുന്നു ശ്രീമതി KR ഗൗരിയമ്മ. ഈ പറഞ്ഞ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭൂപരിഷ്കരണം തുടങ്ങി വെച്ച അതിന് ബീജാവാപം ചെയ്ത ശ്രീമതി KR ഗൗരിയമ്മ. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന 3 പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ഇവരെ ഒന്ന് മാന്യമായിട്ടൊന്ന് പരിഗണിക്കാൻ പോലും ഉള്ള മര്യാദ ഇപ്പോഴത്തെ സർക്കാർ ചെയ്തില്ല. അതിലുപരിയായിട്ട് കേരളത്തിൻ്റെ ഗവർണറെ പോലും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നതിലാണ് കല്ലുകടി. അല്ലാതെ മലപ്പുറത്ത് കളക്ടറേറ്റിൽ ബോംബ് ബ്ലാസ്റ്റ് ആയതിലല്ല അജിംഷാദ് കല്ലുകടി ഉണ്ടായത്. ഇതൊരു വല്ലാത്ത എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അതിന് സമാധാനം പറയേണ്ട കാര്യമുണ്ട്. ഇന്ന് പാർട്ടി ഫംഗ്ഷനാണോ കേരള പിറവിയുടെ 60ാം വർഷം? ഇത് വളരെ മോശമായി പോയി തുടക്കത്തിലെ. പക്ഷേ ഒരു വർഷം കൊണ്ട് നമുക്കിതെല്ലാം കറക്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. ഈ കല്ലുകടി മാറ്റിയിട്ട് നമ്മൾ നല്ല പുത്തരിച്ചോറ് ഉണ്ണാനുള്ള സമയമുണ്ട്. പുത്തരി കല്ലുകടിച്ചത് വേണ്ട, നമുക്ക് നല്ല പുത്തരിച്ചോറ് ഉണ്ണാം. പക്ഷേ തുടക്കം ലേശം പാളി എന്ന് വളരെ എന്താ പറയാ മനപ്രയാസത്തോടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അവരുടെ പാർട്ടി എന്നത് ജനങ്ങളുടെ തന്നെ ആണ്. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിലേക്ക് നമ്മളിപ്പോൾ പോകുമ്പോൾ ശ്രീ EMS-ന്റെ നേതൃത്വത്തിലുണ്ട് 57-ലെ മന്ത്രിസഭയിൽ ശ്രീമതി KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുണ്ടായ ആ ഒരു ഭൂപരിഷ്കരണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിലുണ്ടായ വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്തുണ്ടായ കാര്യം, അല്ലെങ്കിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കാര്യത്തിലുണ്ടായ കാര്യങ്ങൾ, ഇതൊന്നും മറന്നിട്ടല്ല കേരളം ഇനി മുന്നോട്ട് പോകുന്നത്, അല്ല ഇതുവരെ പോയതും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മറക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സെറ്റപ്പ് മുഴുവൻ. ഒന്ന്, പക്ഷേ ഞാൻ വീണ്ടും എനിക്കൊന്ന് വല്ലാണ്ട് നന്ദിയുണ്ട് കൈരളി എന്നെ ക്ഷണിച്ചതിന്, മലയാളം കമ്മ്യൂണിക്കേഷൻ ക്ഷണിച്ചതിന്. പിന്നെ ഈ പറഞ്ഞ അജിംഷാദ് പറഞ്ഞതുപോലെ ഈ ദിവസം കേരളം ഈ പറഞ്ഞ പോലെ തുറസായ മാലിന്യ വിസർജന വിമുക്തമായ സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നു. അഭിമാനം നമുക്കൊക്കെ അറിയാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആട്ടുംപുറങ്ങളിലൊക്കെ പറമ്പുകളിൽ പോവും, വെളിപ്പറമ്പുകളിൽ പോവും, വിളിക്ക് പോകുന്ന പറയുന്നത് തന്നെ. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു ആശങ്കയുണ്ട്. കണ്ണൂരിലെങ്ങാനും ആണെങ്കിൽ വെളിമ്പറപ്പിലെങ്കിലും ആരെങ്കിലും പോയിരുന്നാൽ തൊട്ടപ്പുറത്ത് എന്തെങ്കിലും ബോംബ് പൊട്ടുമോ എന്നുപോലുള്ള ആശങ്കയുള്ള സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. 2016 വെളിപ്പറമ്പിൽ വെളിക്ക് പോകുന്ന സമയത്ത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ,
അതാണ് അദ്ദേഹം വളരെ ആക്ഷേപഹാസ്യത്തിന്റെ മുൾമുനകൾ നൽകി പല കാര്യങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിക്കുന്നു. പക്ഷേ ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും ഒക്കെ ഇടതു സർക്കാർ അല്ലെങ്കിൽ ഐക്യമുന്നണി സർക്കാർ തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ശ്ലാഘിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമുക്കിവിടെ മലപ്പുറം സ്ഫോടനത്തെക്കാൾ വലുതാണ് ഇത്തരത്തിലുണ്ടായ ചില കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് കണ്ണൂർ വെളിപ്പറമ്പിൽ പോയാൽ നമ്മൾ അവിടെ വെളിക്കിറങ്ങാനിരിക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് ബോംബ് പൊട്ടുമെന്നുള്ള ആശങ്കയിലാണ് കണ്ണൂർ ജനം ജീവിക്കുന്നത്. ഒരുപക്ഷെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ജനാധിപത്യ വിരുദ്ധതയെ സംബന്ധിച്ച് ഇന്നൊരു തുറന്ന കത്തുണ്ടായി. അതടക്കം കേരളം നേരിടുന്ന പ്രശ്നം, മലപ്പുറം സ്ഫോടനം അടക്കം കേരളം നേരിടുന്ന പ്രശ്നം, ഒപ്പം വളരെയേറെ സാമൂഹ്യക്ഷേമ മേഖലകളിൽ നാം മുമ്പോട്ട് പോയത്, ഇതൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ. അല്ലെ, നമ്മളിത് കേരളത്തിൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മലപ്പുറം സ്ഫോടനം ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതില്ല. ആ സ്ഫോടനത്തെ അടിസ്ഥാനമാക്കിയല്ല നമ്മൾ കേരളത്തെ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ അജിത് കുമാർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഗവർണർ ഉൾപ്പെടെ വിളിക്കേണ്ടതായി പലരും വിളിക്കപ്പെട്ടില്ല. പലരുടെയും അസാന്നിധ്യം അരോചകമായി അനുഭവപ്പെട്ടു. അതിന് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ചില വിശദീകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വീഴ്ച തിരുത്തപ്പെടും എന്നത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അങ്ങനെ വരട്ടെ. അതൊന്നും നമ്മുടെ ഈ കേരളത്തിൻ്റെ മഹിമയുടെ ഈ ഒരു 60ൻ്റെ നിറവിലുള്ള മഹിമയ്ക്കൊന്നും ഒരു കോട്ടം വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ നവംബർ 1 പച്ച നിറത്തിൽ ആണ് നമ്മുടെ പത്രങ്ങളൊക്കെ ഇന്ന് അച്ചടിച്ചത്. പക്ഷേ ആ പച്ചയുടെ ഇടയിൽ കറുപ്പ് പുരണ്ട ഒരു 2 കോളം നമ്മൾ കണ്ടു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ ഉടമകൾ നൽകുന്ന ഒരു തുറന്ന കത്ത്. ആ തുറന്ന കത്തിലെ പരാമർശം എന്താണ്? ഇരുട്ട് കൊണ്ട് ഭിത്തി കെട്ടുന്നവർ, മതിൽ കെട്ടുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കേരളം നിയമസാക്ഷരതയിൽ കൂടി ഇന്ത്യയിൽ മുൻപന്തിയിലെത്തിയ സംസ്ഥാനമാണ്. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിൽ നിയമസാക്ഷരതയിൽ മുൻപന്തി നിന്ന സംസ്ഥാനം. മലപ്പുറത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ മറ്റെവിടെയെങ്കിലുമൊക്കെ ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും നിയമവാഴ്ചയിൽ വിശ്വസിക്കുകയും നിയമവാഴ്ചയുടെ സുസ്ഥിരതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനമാണ് ഇന്ന് നിയമവാഴ്ചയുടെ സംരക്ഷകരായ അഭിഭാഷകർ സംഘം ചേർന്ന് മാധ്യമപ്രവർത്തനത്തെ തടഞ്ഞിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണത്! എന്തു വലിയ വിപത്താണത്! കേരളം എങ്ങോട്ട് പോകുന്നു? 60 ആണ്ട് പിന്നിടുന്ന കേരളം മുന്നോട്ടോ പിന്നോട്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമായി മുന്നോട്ട് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അതാണ് ഇന്ന് നമ്മുടെ കോടതികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ തുറന്ന മനസ്സോടെ ഒരു സമീപനം നമുക്ക് ആവശ്യമുണ്ട്. ശ്രീ പത്മകുമാർ, തുറന്ന മനസ്സോടുകൂടി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ അഭിഭാഷകർ കാണിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ അത്തരം പരിപാടികളെ സംബന്ധിച്ച് പ്രതികരിക്കുന്നവരെ പോലും വിലക്കുന്ന തരത്തിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധത. മാധ്യമപ്രവർത്തകരെ തടയുക എന്നതിൽ കേവലം തൊഴിൽ തടയുക എന്ന കുറ്റം മാത്രമല്ല അവിടെയുള്ളത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശം കൂടി തടയുക എന്നതാണ്. അതുകൂടി കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് നാണക്കേടല്ലേ? ഞാനെന്തായാലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ മാധ്യമ രംഗത്ത് സജീവമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ള അതിലൊരു പക്ഷം ചേരാനായിട്ട് ഞാൻ ആഗ്രഹിക്കില്ല. ആരും എന്തായാലും ഈ എല്ലാ പൗരന്മാരെ പോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിന് അതീതമായിട്ടൊരു അവകാശവുമില്ല. ഇതെല്ലാവർക്കും തുല്യമായ അവകാശം. അതെല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് അഭിഭാഷകരും വേണം, മാധ്യമപ്രവർത്തകരും. ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ഇത് പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ നമ്മുടെ 60ാം വജ്രജൂബിലി ആഘോഷം പോകുന്ന സമയത്ത് ഒരു കല്ലുകടി ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ നമുക്കറിയാം. ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഇന്ന് പ്രകടമായി എല്ലാവരെയും വിഷമിച്ചിട്ടുള്ള കാര്യം ഈ 60 പേരെ ലിസ്റ്റ് തയ്യാറാക്കി പ്രധാനപ്പെട്ട ആളുകൾ. ആ 60 പേരെ ലിസ്റ്റിൽ രാവിലെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിച്ച അച്യുതാനന്ദൻ്റെ പേരില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പേരില്ല. വിളിച്ച് ഇന്നലെ ഇവിടെ വന്ന് കാത്തിരുന്ന AK ആന്റണിയുടെ പേരില്ല. അത് അവിടെ ഇരിക്കട്ടെ. അതേസമയം മരിച്ചുപോയ AC ജോസിൻ്റെ പേര് മുൻ സ്പീക്കർക്ക് കത്തയച്ചിട്ടുണ്ട് വരാൻ. അപ്പോൾ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ 60ാം വാർഷികം ആഘോഷിച്ചത് എന്നുള്ള കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കുക. ആരെങ്കിലും ഒരു നാഥൻ വേണ്ടേ? മുഖ്യമന്ത്രി പറയുന്നത് ഞാനല്ല ഇത് ചെയ്തത്, സ്പീക്കർ പറയുന്നത് എനിക്കറിയില്ല, ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? അപ്പോൾ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കൊരു കല്ലുകടിയായിട്ട് എനിക്ക്
തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായെന്നല്ലോ. കൊല്ലത്ത് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ കുറേ തിയേറ്ററുകൾ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതിമകൾക്ക് എതിരായിട്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കളക്ട്രേറ്റ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പൈപ്പ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ബസ് കത്തിച്ചിട്ടുണ്ട്. ബസ് കത്തിക്കാറുണ്ട്. ഒരാളെ പ്രതിയെ പിടിച്ചു കൊടുത്തതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നത് സംസ്ഥാനമില്ല. അപ്പോൾ അത് ഓരോന്നിൻ്റെ സൂചനകളാണ്. നമ്മൾ വയസ്സാകുമ്പോൾ ആദ്യം പല്ല് പൊഴിയും, അത് തലമുടി നിരയ്ക്കും, കാഴ്ച കുറയും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രായം തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾക്കുള്ള ഊർജ്ജം ഇട്ടുകൊടുത്തത് ആര്? ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ കളമശ്ശേരിയിലെ ബസ് കത്തിക്കലാകാം, അല്ലെങ്കിൽ നയനാരുടെ നേരെ ഉണ്ടായ വധശ്രമമാകാം. താങ്കൾ ഉദ്ദേശിച്ചത് അതൊക്കെ ആയിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് മലപ്പുറം ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട ലഘുലേഖയിൽ ദാദ്രിയിലെ സംഭവമാണ് പറഞ്ഞത്. ഭീകരവാദം ഏത് കോണിൽ നിന്നാലും അപകടമാണെങ്കിലും അതിന് ഊർജ്ജം നൽകുന്ന മറ്റൊരു കോഡ് കൂടി ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് ലാഭനേട്ടം നിങ്ങൾക്കാണുള്ളത് എന്നതുകൂടി. ഞങ്ങൾക്കെന്നുള്ളതല്ലേ ദാദ്രിയിൽ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ചകളുണ്ട്. പോലീസ് കേസ് എടുത്ത് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പേരിന് വേണ്ടി. ദാദ്രിയിൽ സ്ഫോടനം നടന്നതുകൊണ്ട് മലപ്പുറം നമ്മുടെ ഇപ്പോൾ ബോംബ് സ്ഫോടനം നടത്തിയത്. കൊല്ലത്ത് ദാദ്രിയിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നതാണോ? ബാബറി മസ്ജിദ് നടന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബാബറി മസ്ജിദ് നടന്നുകൊണ്ടാണ് 1921 മലബാറിൽ നടന്നത്. ഇതൊക്കെ വെറുതെ. അതെ, തീർച്ചയായും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ചെറുതായി ചർച്ച ഒന്ന് വഴിതിരിഞ്ഞു പോകട്ടെ, നമുക്ക് നേരെ എത്തിക്കാം. അതായത് ഈ JR പത്മകുമാർ തന്നെ പറഞ്ഞതിനെ ഒരു സൂചകമായി എടുക്കണം എന്നാണ് തോന്നുന്നത്. അതായത് സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെ സംബന്ധിച്ചും ആർജവത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ് JR പത്മകുമാർ. അഭിഭാഷക പ്രശ്നത്തിലെ ജനാധിപത്യ വിരുദ്ധത വന്നപ്പോൾ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്കെതിരെ മൗനം ആണ് അദ്ദേഹം വഹിക്കുന്നത്. അതാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന അത്തരം ഒരു സമീപനത്തെ സംബന്ധിച്ച് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഞാൻ ആ കാര്യം പരാമർശിക്കാൻ കാരണമായത് കേവലമായ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടൽ, അക്രമ സംഭവങ്ങൾ, അതെല്ലാം ഏത് സമൂഹത്തിലും ഉണ്ടാകും. നമ്മേക്കാളൊക്കെ വികസിച്ച പരിഷ്കൃതമായ സമൂഹങ്ങളിലും കൂടുതൽ സുരക്ഷിതത്വമുള്ള സംവിധാനമുള്ള രാജ്യങ്ങളിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെയുള്ളത് കേരളത്തിന് 60 വയസ്സ് എന്ന് പറയുമ്പോൾ ഷഷ്ടിപൂർത്തിയാണ്, ഒരു മംഗളമുഹൂർത്തമാണ്. അവിടെ കേരളം നേടിയതെന്താണ്? കേരളം നഷ്ടപ്പെടുത്തിയതെന്താണ്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ആയ ഒരു പശ്ചാത്തലമുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കേണ്ടി വന്നത്. നമ്മൾ കേരളത്തെക്കുറിച്ച് എപ്പോഴും അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് രാവിലെ പത്രം വായിക്കുന്ന സമൂഹം, രാവിലെ ചായ കുടിച്ചില്ലെങ്കിലും പത്രം വായിക്കുന്ന സമൂഹം. അങ്ങനെ പത്രം ഒറ്റയ്ക്കും കൂട്ടായും പത്രം വായിച്ച് വളർന്നു വന്ന ഒരു സമൂഹമാണ് കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾ. അവർ വട്ടമിട്ടിരുന്ന് ബീഡി തീർക്കുമ്പോൾ അവർക്ക് വേണ്ടി പണി ഉപേക്ഷിച്ച് പത്രം വായിച്ചു കൊടുക്കാൻ ഒരു തൊഴിലാളി നിയോഗിക്കപ്പെടുമായിരുന്നു. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. അങ്ങനെ പത്രം വായിച്ച്, പിന്നീട് ടെലിവിഷൻ കണ്ട്, പുസ്തകം വായിച്ച്, അക്ഷരം പഠിച്ച്, സാക്ഷരത സമ്പൂർണ്ണമായി നേടി അങ്ങനെ വികാസം പ്രാപിച്ചു വന്ന ഒരു ജനതയാണ്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലൂടെ, ചിന്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിലൂടെ, സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിലൂടെ ഒക്കെ നേടിയെടുത്തതാണ്. അതിനെല്ലാം പുറകോട്ട് കൊണ്ടുപോകുന്ന അതിഹീനമായ ഒരു പരിപാടി, ഒരു പദ്ധതി ഇപ്പോൾ അതിനെല്ലാം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ അഭിഭാഷക സമൂഹം അവരത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ പത്മകുമാറിനൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേ കൂടി ഉറച്ച ഒരു ശബ്ദമാണ്. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം എനിക്കുണ്ട്. ഇങ്ങനെ ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ നമ്മെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അത് നിയമരംഗത്ത് നിയമപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, നമുക്കൊരു സ്വതന്ത്ര ജനത എന്ന നിലയ്ക്ക്, സ്വാതന്ത്ര്യബോധമുള്ള ജനത എന്ന നിലയ്ക്ക് മലയാളത്തിനെ അപകടത്തിലാക്കുന്ന, ചോദ്യം ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലാണ് നമ്മൾ ഈ 60 ആഘോഷിക്കുന്നത്. അതാണ് ശ്രീ ഫക്രുദ്ദീൻ, സ്വാതന്ത്ര്യത്തിൻ്റെ സർഗാത്മകത എന്ന് ശ്രീ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചത് വളരെ വലിയ മാനങ്ങളുള്ള ഒന്നാണ്. കേരളത്തിൻ്റെ മുഴുവൻ പുരോഗതിയും ഒരുപക്ഷെ ഈക്വൽ ടു ആ സ്വാതന്ത്ര്യം, ആ അക്ഷര സംസ്കാരം ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടെയാണ് അറിയാനുള്ള അവകാശം. നേരത്തെ ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ വെളിം പ്രദേശത്ത് പോകുമ്പോൾ ബോംബ് പൊട്ടുന്നത് മാത്രമല്ല, സ്വന്തം കൂലിയിൽ നിന്ന് പത്രം വായിക്കുന്നവന് കൊടുക്കുന്ന സംസ്കാരം കൂടി കണ്ണൂരിനുണ്ട്. ബീഡി തൊഴിലാളികളുടെ ഒക്കെ കാര്യം. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ കോണുകളും ഉയരണ്ടേ? അതോ ശ്രീ പത്മകുമാറിനെ പോലെ വാ പൊട്ടിയാൽ മതിയോ? ഈ ടോയ്ലറ്റ്
പോകുമ്പോട്ട് ഇതെന്താ ഇൻ ഗോസ്റ്റ് ഹൗസ് എന്നുള്ള സിനിമയെ ഇത് അങ്ങനൊക്കെ പറഞ്ഞ ഞാൻ വേറെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ എന്ത് ചെയ്യണം അപ്പൊ അതല്ല. രണ്ടാമത്തെ കണ്ണൂർ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവിടെ തൊഴിലാളിയുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗം തന്നെയാണ്. എന്ന് ഫാസിസ്റ്റുകളെ നിർത്തും അന്ന് അവിടെ നിൽക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ അതല്ല, തിരുവനന്തപുരത്ത് ചിലപ്പം തിരുവനന്തപുരത്തെക്കാട്ടും കൂടുതൽ കണ്ണൂരിനെക്കാട്ടും കൂടുതൽ അക്രമങ്ങൾ നടക്കുന്ന സ്ഥലം തിരുവനന്തപുരം. ഞാൻ ഈ തിരുവനന്തപുരം ഇഷ്ടമാണ്. അതായത് ഭേദ നമ്മുടെ അല്ല ചേട്ടാ ഒന്ന് പറയട്ടെ എന്ന് ഇടയ്ക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ കാസർഗോഡ് ബ്യൂറോയുടെ റീസെന്റ് കണക്കുണ്ട്. അതിൽ ബി ക്ലാസ് നഗരങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ തോന്നിയിട്ടുള്ള ഒന്ന് സൂററ്റ്, 2 കണ്ണൂര്. ഒന്ന് സൂററ്റ്, 2 കണ്ണൂര്. പിന്നെ ഏറ്റവും കേരളത്തിൽ തന്നെ കൂടുതലുള്ളത് തിരുവനന്തപുരത്ത്. ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ഗുണ്ടാക്രമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, പിന്നെ തിരുവനന്തപുരമാണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് ചിലപ്പോൾ തെങ്ങിന്റെ മുകളിൽ വാളായിരിക്കും. അതിനെക്കാട്ടും സാധ്യത കുറവാണ് കണ്ണൂർ പൊട്ടാൻ. കാരണം കണ്ണൂർ പൊട്ടണം എന്ന് ചില ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാലേ പൊട്ടുള്ളൂ. അത് നിർത്താൻ അവർക്ക് അറിയാം. ഇവിടെ അതല്ല, ഇവിടെ ഗ്യാങ്ങുകളാണ്. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൽ കൂടുതൽ ചേട്ടന് ഇഷ്ടമാണ്. പക്ഷേ ചില സത്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് അക്ഷര സംസ്കാരം. അന്ന് അച്ചടി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ രാവിലെ ന്യൂസ്, മലയാള മനോരമ, ദേശാഭിമാനി, ഹിന്ദു കൂടി ഇതിൽ നോക്കിയാണ് വായിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട അത് അവകാശമുള്ള സാധനമാണ്. നമ്മൾ അന്നപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കും. ആ ഒരു സംസ്കാരം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിന്റെ വിഷ്വൽ എഫക്റ്റ് കൂടി കൂടുതൽ ശക്തമായി എന്നുള്ളതാണ്. രണ്ട്, സാങ്കേതിക മികവ് തടയുന്ന ജനാധിപത്യ വിരുദ്ധത ഏത് അല്ല, ഈ ജനാധിപത്യ വിരുദ്ധ വക്കീലന്മാരുടെ ഒരു പ്രശ്നം ഇപ്പം വന്നു. അത് ഗൗരവത്തിനെതിരെ സംസാരിച്ച സെബാസ്റ്റ്യൻ പോളിനെതിരെ കേരളം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തോക്കിക്കാതെ വെടിയേറ്റ് ഞാനങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ 60ാം പിറന്നാളാണല്ലോ. അത് ഇതിനകത്ത് ഈ പറഞ്ഞ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ മാധ്യമ ഗുമസ്ത അല്ലെങ്കിൽ വക്കീൽ ഗുമസ്തന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളോ എല്ലാം വരെ ഉണ്ട്. കോടതിയാക്കേണ്ട പ്രശ്നം അതൊക്കെ അതിലൊക്കെ ഉപരി നമ്മൾ കേരളത്തിന്റെ വികസന പരിപ്രേക്ഷ്യം സമയമുണ്ടോ? ഈ ഒരു കാര്യം പറയട്ടെ. ഇപ്പം വക്കീലന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു വല്ലാത്തൊരു തരത്തിലുള്ള അക്രമം ഉണ്ടല്ലോ, അത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. അതൊരു ചെറിയ അക്രമമാണ്, വളരെ യാദൃശ്യമായിട്ട് ഉണ്ടായതാണെന്നൊന്നും വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ. അതിന് പിന്നെ എന്തൊക്കെ വോയിസസ് ഉണ്ട്. അതിവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ മതി. വക്കീലന്മാരൊക്കെ നല്ല അവകാശം പോലെ നല്ല മനുഷ്യരാണ്. ജയശങ്കർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ചില വക്കീലന്മാരാരോ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അത് തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചില കളിക്കുന്നവർക്കാണ് ആ വിഭാഗത്തിന്റെ നീക്കങ്ങളിൽ അപ്രമാദിത്വം എന്നത് അപകടകരമല്ലേ? അല്ല, ആ ഒരു വിഭാഗം ഒരു പക്ഷേ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. പലരും പേടിച്ചിട്ടാണ് ഉണ്ടായത്. ഇപ്പൊ സെബാസ്റ്റ്യൻ പോൾ സാറിന് ആ ധൈര്യം ഉള്ളതുകൊണ്ട് പത്മകുമാറിന് പോലും പേടി. അല്ല, പപ്പൻചേട്ടൻ വേറെ രാഷ്ട്രീയ, പിന്നെ മുപ്പത് രാഷ്ട്രീയ പാർട്ടി വേറെ ലൈനുണ്ട്. അതുപോട്ടെ, ഏതായാലും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു എസ് ഐ ഒരു ദളിതൻ എസ് ഐ ആയി അവനെ വെടിവെച്ചു എന്ന ചരിത്രം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. ഉള്ള കാര്യം. എന്നാൽ ഇന്ന് കേരളത്തിൽ ആ അവസ്ഥാവിശേഷം ഇല്ല. ജാതിയൊക്കെ ലോപിച്ചു വന്നു. മാത്രമല്ല, ജാതി ലോപിച്ച് ഓരോ ജാതി രാഷ്ട്രീയമായിട്ട് കൂടെ ശക്തിപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം. വെള്ളാപ്പള്ളി പോലെ വെലവേഷൻ പോലെ ഇപ്പൊ ഉദാഹരണമായിട്ട് വിശ്വകർമ്മ സഭ, ചെറിയൊരു സഭ, മാരാർ സംഘം, അവരൊക്കെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും 50 വർഷത്തിന് ഒരു വർഷം പിന്നോക്കം പോയാൽ വേണ്ട ഇത് റെപ്രസെന്റ് ചെയ്യപ്പെടാത്ത വിഭാഗങ്ങളാണ്. അവരൊക്കെ കൂടുതൽ റെപ്രസെന്റ് ചെയ്ത് കൂടുതൽ വിലപേശ ശക്തികളായി മാറുന്നു. അവിടെ സമുദായം കൂടി ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. പക്ഷേ സെക്യുലറിസത്തിന്റെ ഡെമോക്രസിക്ക് എതിരെ ഈ സമുദായങ്ങളെ വിൽക്കുന്ന ലീഡർഷിപ്പിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അത്രേ ഉള്ളൂ. തീർച്ചയായും. ഇനി നമുക്ക് ഒരു ഇടവേളയാണ്. ഈ ആദ്യഘട്ടം ഒരുപക്ഷെ 60ാം നിറവിൽ കേരളം അനുഭവിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ പ്രശ്നങ്ങളെ സ്വയം വിമർശനത്തിന്റെ ഘട്ടത്തിലൂടെ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം സ്വയം വിമർശനം ആത്മപദ്ധതിയാക്കിയവരാണ് നാമൊക്കെ, കേരളീയർ, സർഗാത്മകമായി ഉയർന്നവർ. തീർച്ചയായും ഇനി രണ്ടാമത്തെ ഘട്ടം മലയാള ഭാഷയെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചുമാണ്. അതിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായും നമുക്ക് കേരളത്തിന്റെ 60ാം നിറവിൽ ഇനി ഉണ്ടാകേണ്ട വികസനത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂടി. ശ്രീ ജെ അജിത് കുമാർ, അതായത് സമഗ്രമായൊരു വികസനം, ജനപക്ഷ വികസനം, വികസനത്തിൽ തന്നെ പാവപ്പെട്ടവനോട് അനുഭാവം പുലർത്തുന്ന രീതിയിലാകണം വികസനം ഉണ്ടാക്കേണ്ടത്. ഇത്തരം പരിപ്രേക്ഷ്യമുള്ളവരാണ് ഇടതുപക്ഷം. അവർ വജ്ര ആഘോഷവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ കേരള സമൂഹത്തിന് മുമ്പിൽ വെച്ച സമഗ്ര പദ്ധതികളുണ്ട്. ഇതേ സംബന്ധിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ വരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി സമൂഹത്തിലേക്ക് പോകട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ, നിയമസഭാ സമുച്ചയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പോകട്ടെ. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായില്ല. ആദ്യത്തെ മന്ത്രിസഭയിലേക്ക് ജീവിച്ചിരിക്കുന്ന ശ്രീമതി KR ഗൗരിയമ്മ ഉണ്ടായില്ല. ഗവർണർ ജസ്റ്റിസ് അദ്ദേഹം പോലും പങ്കെടുത്തില്ല.
എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോട്ടെ. പക്ഷേ ഒരു കൊല്ലക്കാലം ഉണ്ട് നമ്മൾ ഇപ്പോൾ തുടക്കമേ ആയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യം ഇനി ഒരു 365 ദിവസം കൂടെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. 2017 ഒക്ടോബർ 31 നമ്മുടെ ഈ വജ്ര ജൂബിലി ആഘോഷം തീരുള്ളൂ. ഷഷ്ടി പൂർത്തിയിലെത്തിയിരിക്കുന്നു. 60 വയസ്സിൻ്റെ വാർദ്ധക്യം എന്നല്ല, 16 വയസ്സിൻ്റെ യുവത്വമാണ് കേരളത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ. ഇപ്പം കേരളം ഏറ്റവും അധികം യൗവനയുക്തമായിട്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ വികസനത്തിൻ്റെ ഒരു വല്ലാത്തൊരു കുതിപ്പിൽ നിൽക്കുകയാണ് കേരളം. അതിനകത്ത് ഇപ്പോൾ 4 മാസം പിന്നിട്ട LDF ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം മാത്രം ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിനോ ഒന്നുമല്ല. നമ്മൾ കാലാകാലങ്ങളിൽ എന്തോ ഭാഗ്യത്തിന് മഹാഭാഗ്യത്തിന് കേരളത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ ജനഹിതം ഇങ്ങനെ പെൻഡുലം മാറിയും മറിഞ്ഞും ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് തുടർച്ചയായിട്ടൊരു 35 കൊല്ലക്കാലം ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും ഭരണം നമ്മൾ സഹിക്കേണ്ടി വന്നില്ല വെസ്റ്റ് ബംഗാളിലെ പോലെ എന്നുള്ളത് കൊണ്ട് 5 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വികസനത്തിൻ്റെ ഒരു തുടർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എക്സിക്യൂട്ടീവ് തുടരുന്നുണ്ട്, ലെജിസ്ലേച്ചർ മാറുമായിരിക്കും, ജുഡീഷ്യറിയും നമ്മുടെ 4ാം തൂണൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 5 കൊല്ലം കൂടുമ്പോൾ ഭരണം മാറി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായതുകൊണ്ട് കേരളത്തിൽ അത്യാവശ്യം വികസനത്തിൻ്റെ വലിയൊരു കുതിപ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ട് ക്രെഡിറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 64 മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മന്ത്രിസഭയിൽ അവർ തുടങ്ങി വെച്ച ഒരുപാട്, പക്ഷേ അതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ഇപ്പോഴും അന്ന് ഈ പ്രത്യേകിച്ച് ഭൂ സമരമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, എപ്പോഴും എത്ര ലക്ഷക്കണക്കിന് മലയാളികളാണ് അതിപ്പോൾ അവരെ ആദിവാസികളെന്നോ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബെന്നോ കാസ്റ്റെന്നോ പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ട, കാറ്റഗറൈസ് ചെയ്യേണ്ട. എത്ര ലക്ഷക്കണക്കിന് ഭൂരഹിതർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു ചെറിയ കൂര, ഒരു 2 സെൻറ്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഈ ഒരു കൊല്ലം ഈ പറഞ്ഞ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു കൊല്ലക്കാലത്തിനുള്ളിൽ ഇപ്പോൾ തുടക്കത്തിലെ ഈ പാഴ്ചകളെല്ലാം നമ്മുടെ ഇന്ന് മിസ് ചെയ്ത് പോയ മുഴുവൻ പേരെയും വിളിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒക്ടോബർ 31 അല്ല അടുത്ത നവംബർ 1 കൊണ്ടുവരാം. അതവിടെ ആ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ് റിലീസ് കൊണ്ട് ഒരു പക്ഷേ ഒരു സമരസപ്പെട്ടേക്കാം. പക്ഷേ പ്രശ്നങ്ങൾ അതല്ലല്ലോ. അതാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഭൂപ്രശ്നം അല്ലെങ്കിൽ ദാരിദ്ര്യം നേരിടുന്ന പുതിയ മുഖങ്ങൾ, ഒരുപക്ഷെ വികസിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ദാരിദ്ര്യത്തിന്റെ പുതിയ മുഖങ്ങളെ സംബന്ധിച്ച് കൂടി ശ്രീ അജിത് കുമാർ സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് ഇതുണ്ടാക്കുന്ന മലയാളി ഒരുപാട് മേഖലകളിൽ വികസിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല മേഖലകളിലും അവനിലുള്ള പിന്തിരിപ്പൻ ഭാവങ്ങളെ അതിജീവിക്കേണ്ട ഊർജം രാഷ്ട്രീയമായും സാംസ്കാരികമായും നമുക്ക് വേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ വളരെ പിന്നിലാണ്. ഇംഗ്ലീഷ് എന്നത് അനിവാര്യമായൊരു ഭാഷയാണെങ്കിൽ പോലും മാതൃഭാഷയ്ക്ക് മുകളിൽ വരണമോ? നെഹ്റു തന്നെ അതേ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? അല്ല, സ്വന്തം ഭാഷ ഉപേക്ഷിച്ച് ഒരു ജനതയും പുരോഗതി പ്രാപിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയൻ പുരോഗതി പ്രാപിച്ചത് അവരുടെ ഭാഷയിൽ, റഷ്യൻ ഭാഷയിലാണ്. ചൈന അവരുടെ ഭാഷയിലാണ്. ജപ്പാൻ അവരുടെ ഭാഷയിലാണ്. അമേരിക്കയും ഇംഗ്ലണ്ടും അവരുടെ ഭാഷയിലാണ്. ഫ്രാൻസും ജർമ്മനിയും എല്ലാം അങ്ങനെയാണ്. നമ്മൾ മലയാളികൾ നമ്മുടെ ഭാഷയെ ഉപേക്ഷിച്ചുകൊണ്ട്, മലയാളത്തെ അപമാനിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, മുന്നോട്ട് പോകാൻ കഴിയും എന്ന മിഥ്യാധാരണയിൽ കഴിയുന്നവരാണ്. നമുക്ക് മലയാളം എന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് 60 വർഷം മുമ്പ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. സംസ്ഥാനങ്ങളുടെ പുനർരൂപീകരണം നടന്നത് ഭാഷാടിസ്ഥാനത്തിലായിരുന്നു. മലയാളികൾക്ക് വേണ്ടിയാണ് ഒരു സംസ്ഥാനം ഉണ്ടായത്, അതാണ് കേരളം. മലയാളികളുടെ സ്വന്തമായ ഒരു പ്രദേശം എന്ന നിലയിൽ കേരളം വന്നു. ആ കേരളത്തിലാണ് ഇപ്പോൾ 60 വർഷം പിന്നിടുമ്പോൾ നടക്കുന്ന ആഘോഷവേളയിൽ മലയാളം നിർബന്ധമായി പഠിപ്പിക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഭാഷയെ മറന്നുകൊണ്ട്, ഞാനതിന് ആലങ്കാരികമായി ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഭാഷയെ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കൃതിയെ നമ്മൾ മറക്കുന്നു, നമ്മുടെ പാരമ്പര്യം മറക്കുന്നു, നമ്മുടെ ചരിത്രം മറക്കുന്നു. അങ്ങനെ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇംഗ്ലീഷ് നന്നായി പഠിക്കണം. പക്ഷെ ഇന്നത്തെ കേരളത്തിൽ നമ്മൾ കാണുന്നത്, നാളത്തെ കേരളത്തെ വാർത്തെടുക്കേണ്ട ശില്പികൾ എന്ന് വിശേഷിപ്പിക്കേണ്ട നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, മലയാളവും അറിയില്ല, ലോകത്തിലെ ഒരു ഭാഷയും അറിയില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട്. അത് ദാരുണമായ ഒരു അപകടത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ആ അപകടം കൂടിയാണ് ഇന്നത്തെ ഈ 60-ന്റെ ചർച്ചാവേളയിലൊക്കെ ചിന്താവിഷയമായി മാറിയത്. നമ്മൾ ഗൗരവമായി കാണേണ്ട, ഭാഷാഭ്രാന്ത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ സജീവമായ, സക്രിയമായ, വളരെ പോസിറ്റീവായ
ഒരു സർഗാത്മകമായ ഒരു നിലപാട് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശ്രീ പത്മകുമാർ, സംസ്കൃതികൾ നാം ഉയർത്തിപ്പിടിക്കേണ്ടത് അത്തരം മേഖലകളുടെ മേമ്പൊടിയോടുകൂടിയാകണം. ഭാഷയെ സംബന്ധിച്ച് ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വേദനയോടുകൂടിയാണ്. അദ്ദേഹം നേരത്തെയും ഈ മലയാള ഭാഷയെ സംബന്ധിച്ച് PSCയിൽ അത് നിർബന്ധമാക്കണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഭാഷാ പഠനം സംബന്ധിച്ച് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. മലയാളവും ഇംഗ്ലീഷും അറിഞ്ഞുകൂടാതെ നാം അധപ്പതിക്കുന്ന രീതിയിലേക്കെത്തും. ഇത് രൂപം കൊള്ളുന്നത് എങ്ങനെ? ഇതിനുള്ള പരിഹാരങ്ങൾ അതുകൂടി നമ്മുടെ വികസനത്തിലുള്ളതാണ്. മാൻ പവർ എന്നത് കേരളത്തിൽ മാറി മാറി ഭരണത്തിൽ വന്ന ആളുകളുടെ ദീർഘവീക്ഷണം ഇല്ലായ്മയാണ് ആ കാര്യത്തിലൊരു വീഴ്ച. അപ്പോൾ അതിൽ കുറ്റം ഏറ്റുപറഞ്ഞിട്ട് അങ്ങനെ അല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി അത് പറയാനാകില്ല. ഒരുപാട് അത് വേറെ വിഷയമാണല്ലോ. നമുക്ക് പുറകിലോട്ട് പോയ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സംസ്ഥാനം എന്ന് എടുത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ IT കയറ്റുമതി കുറവുള്ള സംസ്ഥാനം. ഇന്നൊരു കണക്ക് വന്നിട്ടുള്ള ഡൂയിങ് ബിസിനസ് അതിൽ വന്നിട്ടുള്ള 20ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അപ്പൊ അത് പോട്ടെ, അത് ചർച്ചാ വിഷയം. കേരളം ഭരിച്ച പാർട്ടികളുടെ കുഴപ്പങ്ങളാണോ? ഞാനല്ല പറഞ്ഞത്. അതുകൊണ്ട് അല്ലല്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. നമ്മുടെ കേരളം വലിയ അല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. പിന്നീടുള്ള കാര്യമല്ല, ഇപ്പൊ ചർച്ച ചെയ്യണ്ടല്ലോ, ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണല്ലോ. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയാനുള്ളത് ഈ മലയാള ഭാഷയെ ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ട്, പ്രശ്നമുണ്ടെന്നുള്ളതല്ല, മറിച്ച് പോസിറ്റീവായിട്ട് എൻ്റെ ഈ 60ാം ഈ നമ്മുടെ വജ്രജൂബിലി ആഘോഷത്തിൽ പറയാനുള്ളത് എൻ്റെ നിലപാട് ഈ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനും അത് ജനകീയമാക്കി എടുക്കുന്നതിനും എൻ്റെ നിലപാട് എന്താണ് അത് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ദുഃഖം പറയാനോ അല്ലെങ്കിൽ വിഷമം പറയാനും എല്ലാവർക്കും കഴിയും. മുഖ്യമന്ത്രി എന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ശ്രീ ഫക്രുദ്ദീൻ, അല്ല, ഇതില് സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിന്റെ വ്യത്യസ്തമായ അഭിപ്രായം പുറത്താണ്. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത്. ഈ മലയാളം കൊണ്ട് സത്യത്തില് മലയാളത്തിൽ ടു മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് നമ്മുടെ ഇതുവരെയുള്ള പാഠ്യപദ്ധതി കൊടുത്തു എന്ന് ഞാൻ പറയുള്ളൂ. ഞാനിത് ശരിക്കും അനുഭവിച്ച ആളാണ്. ഞാൻ മലയാളം മീഡിയം പഠിച്ചിട്ട് ഡൽഹിയിലൊക്കെ പോയ സമയത്ത്, അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത സമയത്തൊക്കെ ചുറ്റിപ്പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് പ്രാധാന്യം കൊടുത്തില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. ഇത് പക്ഷേ പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ അങ്ങ് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, തേർഡ് ഗ്രൂപ്പിനെ പറ്റുള്ളൂ. ഇംഗ്ലീഷിനാണ് ക്ലാസ്, ഒന്നും പിടികിട്ടില്ല. സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ചൊന്നും ബ്രില്യൻ്റായ കുട്ടികൾക്ക്. അതുപോലെ തന്നെ JNU പോയ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിവിൽ സർവീസ് എനിക്ക് കിട്ടാതെ പോകുന്ന ഏറ്റവും വലിയ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഇംഗ്ലീഷിൻ്റെ ആ സമയത്ത് നല്ല കോച്ചിങ് കിട്ടാത്തതുകൊണ്ടാണ്. അല്ല, മലയാളത്തിൽ എഴുതിയാൽ കിട്ടും, അപൂർവ ആളുകൾ കിട്ടും, പക്ഷേ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിന് കൂടി ലോകഭാഷ എന്ന് ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മലയാളത്തിന് നിലവിലുള്ള സ്റ്റാറ്റസ് തന്നെ ആവശ്യത്തിൽ കൂടുതലെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ചരിത്ര ബോധത്തിനകത്ത് ഇനി ഒരു 200 ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. 200-300 വർഷം കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ അവസ്ഥ, ഈ കേരളത്തിൽ താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണയുടെ അവസ്ഥ ഉണ്ടല്ലോ, വീട്ടിനുള്ളിൽ നിന്ന് തമിഴ് പറയും, പുറത്ത് മലയാളം പറയും. ഈ രീതിയിൽ ലോകം വികസിക്കുകയാണെങ്കിൽ, വലിയ മഹായുദ്ധം ഫാസിസം ഒന്നും വന്നിട്ടില്ലെങ്കിൽ, വീട്ടിനുള്ളിൽ സംസാരിക്കുന്ന ഭാഷയായിട്ട് മലയാളം പറയും, പുറത്ത് കുറച്ചുകൂടി ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന അവസ്ഥ വരികയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയാണ് അത്തരത്തിലുള്ള നേട്ടത്തിനെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് എത്രയോ IAS സിവിൽ സർവീസിൽ ഉണ്ടാകും, അതുണ്ടായില്ലല്ലോ. ചോദ്യം എന്താണ്? അതെ, നോർത്ത് ഈസ്റ്റ്, നിങ്ങൾ നോർത്ത് ഈസ്റ്റിനെ പറ്റി തെറ്റിദ്ധാരണയാണ്. എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. അവർ ഇംഗ്ലീഷ് സത്യത്തിൽ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചോ എൻ്റെ അത്ര പ്രാവീണ്യം പോലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. അവർക്ക് ലോക്കലായിട്ട് അവരുടെ ഭാഷ ഉണ്ട്, അതാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ കുറച്ച് ഡംബ് പറയുന്ന കൂട്ടത്തിൽ, ഡംബ് നമ്മൾ പറയും, പൊങ്ങച്ചം പറയും, അതിന് അവർ ഇംഗ്ലീഷ് പറയും. സത്യത്തിൽ അവർ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമാണ്. കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നന്നായി ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്ന മലയാളിയെ പോലുള്ള ആളുകളാണ്. അപ്പം ഒരു ഗ്ലോബൽ നമുക്ക് ഇത്രമാത്രം റിസോഴ്സസ് വളരെ കുറവാണ്. കേരളം ചെറിയ പ്രദേശമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവരെ കൂടുതൽ സ്കിൽഡ് ആക്കുക. ഒരു ഫോറിൻ, നമുക്ക് ഈ അവസ്ഥയിൽ മലയാളി, എനിക്ക് വെക്കാനുള്ള സജഷൻ ഇതാണ്, ഫോറിൻ ഭാഷകൾ പഠിപ്പിക്കുന്ന സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് വേണം. അറബിക് യൂണിവേഴ്സിറ്റി അല്ല, ഫോറിൻ ഭാഷ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ്. ഈ ഭാഷയെ പ്രാവീണ്യമുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷും വികസനത്തിന്റെ വലിയൊരു മുഖം തന്നെയാണ്. ശ്രീ അജിത് കുമാർ, ഭാഷയെ സംബന്ധിച്ച് ഒരു പക്ഷേ JNU പ്രോഡക്റ്റ് കൂടിയായ ഫക്രുദ്ദീൻ വരെ ആ വിഷയത്തെ സംബന്ധിച്ച് ചില ധാരണാപിശകുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. മലയാള ഭാഷയിലുള്ള പരിമിതിയാണ് ബൗദ്ധിക മേഖലയിലുള്ള തിരിച്ചടിക്ക് കാരണമെന്ന്. ഒരുപക്ഷെ പല മാതാപിതാക്കൾക്കും ഈ ധാരണ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഭാഷ അത് തിരുത്തേണ്ടതുണ്ട്. സെബാസ്റ്റ്യൻ പോളിലേക്ക് എത്താം. ശ്രീ അജിത് കുമാർ, ഇത്രയും സ്വകാര്യത പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ 10ാം വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പബ്ലിക് സ്കൂളുകളിലൊന്ന് സൈനിക് സ്കൂൾ, കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ പഠിച്ച ഒരാളാണ് ഞാൻ. അവിടെ തുടങ്ങുന്നു എൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം. അവിടുന്ന് തന്നെയാണ് ദൈവാദിനം കൊണ്ട് എൻ്റെ മാതൃഭാഷാ പരിജ്ഞാനവും.
അതുകൊണ്ടാണ് അത്യാവശ്യം മാധ്യമപ്രവർത്തനം 2 ഭാഷയിലും നടത്താൻ കഴിഞ്ഞത്. അതെൻ്റെ സ്വകാര്യത, അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ഞാൻ 16 വയസ്സിലെ യൗവനം എന്ന് ഞാൻ കേരളത്തിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവനും നമ്മുടെ യുവ IT പ്രൊഫഷണൽസിനെ കുറിച്ചും, IT എന്ന് പറഞ്ഞാൽ മൊത്തം IT എന്നല്ല, ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്കുകളോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റികളോ ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഒരുപാട് പേര് ഇവർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാം, നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്ന, അത് എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും ശരി, മെഡിക്കൽ കോളേജ് അത്രയും പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പുറത്തു വരുന്ന BTechൻ്റെ ഫൈനൽ സെമസ്റ്ററിലൊക്കെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് പോലും പോകുന്ന നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ കൃത്യമായിട്ടും 2-3 മുതിർന്ന ഈ പറഞ്ഞ മേഖലയിലുള്ള 2-3 പേരോട് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കുട്ടികൾക്കുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിൻ്റെ കുറവാണ്. അതായത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഐഡിയ ഉണ്ട് സർ, അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. സോറി, ആ അവസ്ഥയിൽ നിൽക്കുന്നു നമ്മുടെ കുട്ടികൾ. ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇന്റലക്ട്സ് ഒട്ടും കുഴപ്പമില്ല, IQ-ലൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഒരു മിനിറ്റ് പക്ഷേ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സുള്ളത് തുറന്ന് പറയാൻ കഴിയുന്നില്ല, ഇംഗ്ലീഷ് ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ വലിയ മൾട്ടിനാഷണൽസിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ ക്യാമ്പസ് സെലക്ഷനിൽ വരുമ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ കുട്ടികൾ വളരെ ദേ കട്ട് എ വെരി സോറി ഫിഗർ, അവർ വളരെ എന്താ പറയുക, അവർ വളരെ നിഷ്ക്രിയരായി പോകുന്ന അവസ്ഥ വരുന്നതുകൊണ്ടാണ്. അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയാതെ സംബന്ധിച്ച് നെഹ്റു പോലും പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചതിന് ശേഷം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള എൻ്റെ കുട്ടിയെ ഞാൻ മലയാളം മീഡിയത്തിൽ കൊണ്ടാക്കി എന്ന് പ്രമുഖനായ ഒരു അധ്യാപകൻ എഴുതിയതും ഞാൻ ഓർക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇതൊരു വലിയ ധാരണാ പിശകാണ് ഇത്തരത്തിൽ ഭാഷയെ സംബന്ധിച്ച്. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ മാത്രമേ ബൗദ്ധികമായ മേഖലകളിൽ ഇടമുണ്ടാകൂ എന്നത്. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഒരുപാടുണ്ട്. ശാസ്ത്രീയമായി കൂടി അതിനൊരു മറുപടി കൊടുക്കൂ. ചർച്ച സർഗാത്മകമായി തന്നെ അവസാനിക്കട്ടെ. അല്ല, ഇംഗ്ലീഷിനെ നിരാകരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. മറിച്ച് ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കണം, പ്രത്യേകിച്ച് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കണം. അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം തന്നെയാണത്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് നാഗാലാൻഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻസ് അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ വീട്ടിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. പക്ഷേ ഇംഗ്ലീഷ് ഏറ്റവും അപര്യാപ്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടെങ്കിൽ അത് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിന്നൊരു മേനി നടിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല, അത് പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് പഠിപ്പിക്കണം. പക്ഷെ അതിനർത്ഥം ഇംഗ്ലീഷോട് മാത്രമേ എല്ലാ കാര്യങ്ങളും സാധ്യമാകൂ എന്നല്ല. നമ്മളൊക്കെ മലയാളികൾ വളരെ ആദരവോടെ വായിക്കുന്ന ധാരാളം എഴുത്തുകാരില്ലേ, പൗലോ കൊയ്ലോ, ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, അവരൊക്കെ എഴുതുന്ന അവരുടെ ഭാഷയിലാണ്, ഇംഗ്ലീഷിലല്ല. പക്ഷേ ഇംഗ്ലീഷിൽ പരിഭാഷ വരുന്നത് നമ്മൾ വായിക്കുന്നു. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും എല്ലാ പ്രതിഭാശാലികളും അത് ഏത് വിഷയത്തിലാണെങ്കിലും അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നത് അവരുടെ ഭാഷയിലാണ്, മാതൃഭാഷയിലാണ്. അതുകൊണ്ട് മലയാളത്തെ മറന്നുകൊണ്ട് മലയാളത്തെ ഒരു പ്രാകൃത ഭാഷയോ അല്ലെങ്കിൽ ഒരു അന്യം നിന്ന് പോകുന്ന ഭാഷയോ ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളം എന്നത് മലയാളികളുടെ മാതൃഭാഷ, ആ പേരിൽ തന്നെയാണ് EMS പണ്ട് പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് മലയാളികളുടെ മാതൃഭാഷ, ആ മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഈ പ്രദേശത്ത് ഇവിടെയാണ് മലയാളം സംരക്ഷിക്കപ്പെടേണ്ടത്. നമ്മൾ മലയാളികൾ മലയാളത്തെ മറന്നുകൊണ്ട് മറ്റേതെങ്കിലും ഭാഷയിലൂടെ പുരോഗതി കൈവരിക്കാൻ കഴിയും എന്ന് ഭാവിച്ചാൽ പുരോഗതി ഉണ്ടാകുമായിരിക്കും, പക്ഷേ നമ്മൾ മലയാളികൾ അല്ലാതായി തീരും. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ, ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറി എഴുതിയത് ഒരുപക്ഷെ ജർമ്മൻ ഭാഷയിൽ തന്നെയാവും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ചെറിയ ഇടവേള അനിവാര്യമാണ്. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ, വിദ്യാഭ്യാസ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് എന്നുള്ളത് ശരിയാണ്. പക്ഷേ 6ാം ക്ലാസ്സുകാരൻ്റെ പുസ്തകം 2ാം ക്ലാസ്സുകാരൻ്റെ പുസ്തകം 6ാം ക്ലാസ്സുകാരൻ്റെ മലയാളത്തിലുള്ളത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയും കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിദ്യാഭ്യാസ സംസ്കാരത്തിനൊരു തിരുത്ത് വേണമെന്ന് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ആഗ്രഹിച്ചാൽ അതിന് തിരുത്ത് വേണം. പിണറായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോക നിലവാരം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ വലിയ നിലവാരം എടുത്തിട്ട് കാര്യം. ഇന്ത്യയിലെ മെട്രോകളോടും അതാ ഉദ്ദേശം, ഇന്ത്യയിലെ മെട്രോകളോട് ലോക നിലവാരത്തിൽ ശരിക്കും മത്സരിക്കാൻ പറ്റണം. മത്സരിക്കാൻ ഒതുങ്ങണമെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട ടൂൾ കമ്മ്യൂണിക്കേഷനാണ്. അതിന് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞ മലയാളം വേണ്ടെന്നല്ല, എനിക്ക് എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ട് തന്നെ വേറെ ഉള്ളൂ. പക്ഷേ എനിക്ക് ജോലി തരാൻ പറ്റുന്ന അയലത്തെ വീട്ടിലെ ചേച്ചിയാണെങ്കിൽ
ആ ചേച്ചിയുടെ ഫാക്ടറിയിലെ കാര്യങ്ങളും കൂടി ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ കുറച്ചും കൂടി എൻ്റെ ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആ ചേച്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരിക്കും. സ്വാഭാവിക ആ തലമുറ അങ്ങനെ രൂപം കൊണ്ടുവരും. അതൊരു കള്ളത്തരമാണ്. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുന്നു. അതായത് ഭാഷ എന്നുള്ള നിലയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷിനെ ഭാഷയായി മാത്രം പഠിച്ചാൽ മതി. ഈ സബ്ജക്റ്റുകളൊക്കെ അതിനേക്ക് അയലത്ത് വീട്ടിലെ കുട്ടി ചേച്ചിയുടെ മുഴുവൻ ലേക്ക് ആകുന്നതിൻ്റെ കാര്യം എന്താണ്? ഭാഷ എന്നുള്ള നിലയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഈ സബ്ജക്റ്റുകളെല്ലാം ഇതിൽ തന്നെ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം. നാം ഒരു വാചകം പൂർത്തീകരിക്കുമ്പോൾ അതിലെ ഇംഗ്ലീഷ് പദങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ ആശയവിനിമയം പൂർത്തീകരിക്കാനാകൂ. ആ രീതിയിലേക്ക് നമ്മൾ പോലും പരിമിതപ്പെട്ടു. അത് അങ്ങനെ മാതൃഭാഷയ്ക്ക് ഇൻസ്റ്റഡ് ആയി വെക്കുമ്പോഴാണ്. അല്ല, അങ്ങനെ തെറ്റിദ്ധാരണയൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പുസ്തകങ്ങൾ മലയാളത്തിൽ കിട്ടിയിരുന്ന മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം പോകും? ഇവിടെ പണ്ട് ലിനക്സ് കൊണ്ടുവന്ന് പിള്ളേർ ലിനക്സ് പഠിപ്പിച്ചു. പിള്ളേർ പുറത്തു പോയ സമയത്ത് പിള്ളേർ ലിനക്സ് കൊണ്ട് ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ആക്സസിബിൾ ആയിട്ടുള്ള ടൂൾ നിങ്ങൾക്ക് വേണം, ഒന്നാമത്. രണ്ടാമത്, ഈ മാതൃഭാഷ എന്ന് പറഞ്ഞ കാലത്തിൽ മാറ്റം വരുന്ന മുമ്പ് നമ്മുടെ മാതൃഭാഷ തമിഴും ഒരു സങ്കര ആദി ദ്രാവിഡ ഭാഷയായിരുന്നു. അതിന് മാറ്റം വന്ന് ഇന്നത്തെ മലയാളം രൂപം കൊണ്ട് വന്നിട്ട് 4-5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് മറ്റൊരു ഈ കാലം മാറുമ്പോൾ ചരിത്രത്തിൽ പുതിയ ഒഴുക്കുകൾ വരുമ്പോൾ പുതിയൊരു മാതൃഭാഷ ഉണ്ടായി വരും. ഇപ്പോൾ ജി തയ്യിൽ മലയാളിയാണ്, പക്ഷെ അദ്ദേഹം ഇംഗ്ലീഷിലാണ്. അദ്ദേഹം ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് മാതൃഭാഷ ഏതാണ്? അദ്ദേഹത്തിന് വീട്ടുകാരുടെ ഭാഷ മലയാളമായിരിക്കും. അദ്ദേഹത്തിന് മാതൃഭാഷ ഇംഗ്ലീഷ് ഒരു പക്ഷേ മറ്റു ഭാഷയായിരിക്കും. ഭാഷ എന്നുള്ളതല്ല, ഭാഷ വരുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു തലമുറകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കാരമാണ് ആവശ്യം. എപ്പോഴും നമ്മുടെ ക്രിയാത്മകമായ നിർദ്ദേശം കൂടി 5 വർഷത്തേക്കുള്ള കാര്യം. ഒരു തുടർ പ്രക്രിയ ആയിരിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയ ആയിരിക്കണം. ഇത് ഇവർ ചെടി നട്ടിട്ട് ഓരോ ദിവസവും വലിച്ചു പിഴുത് വേരിറങ്ങിയോ നോക്കിയിട്ട് തിരിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. ഓരോ ഭരണകൂടങ്ങൾ വരുമ്പോഴും അവരുടെ താല്പര്യങ്ങളനുസരിച്ച് തുടർന്ന് വരുന്ന ആ പ്രക്രിയയിൽ ഇടങ്കോലിടുന്നുണ്ട്. അവർക്ക് പുതിയത് ആശയം വരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ കാര്യമായി ബാധിച്ചു. പപ്പഞ്ചേട്ടൻ പറഞ്ഞത് വലിയ സന്തോഷം. ഉത്തരേന്ത്യയിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ അജിത് കുമാർ, ഈ വിദ്യാഭ്യാസ മേഖല ഞാൻ മുമ്പ് പറഞ്ഞത് എൻ്റെ തുടർച്ച പറയുകയാണ്. നമ്മുടെ കുട്ടികൾ മാതൃഭാഷ തന്നെ ഹരിശ്രീ, നമ്മളൊക്കെ മണലിൽ ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതി, അല്ലെങ്കിൽ ഗണപതി ഒന്നും ശ്രീ വി സച്ചിദാനന്ദൻ ഇത്തവണ ഹരിശ്രീ കുറിച്ചു. അദ്ദേഹം ഗണപതിയെ കുറിച്ച് നമിച്ച ഒന്നുമുള്ള വിഷയം. അത് വലിയൊരു മഹത്വമാണ് ആ മനുഷ്യൻ്റെ. അതുപോലെ നമ്മുടെ പനയോലയിൽ ഈ ആശാൻ മറ്റേ ആരായം കൊണ്ട് വരച്ച ഈ പനയോലയും കൊണ്ട് ഞാൻ എൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടുന്ന് ആർജിച്ച മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ മാതൃഭാഷ എന്നൊക്കെ പറയുന്നത് അതിനുപരിയായിട്ട് മറ്റ് 2 ഭാഷ കൂടെങ്കിലും മിനിമം നമ്മൾ പഠിച്ചെങ്കിലേ ഈ വന്ന സമൂഹത്തിൽ, തുറന്ന സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആഗോള സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അതായത് മറ്റു ഭാഷ പഠിക്കേണ്ട എന്നല്ല ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഞാൻ തർക്കിക്കുകയല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തർക്കിക്കുകയല്ല. ഇംഗ്ലീഷ് മലയാളം കഴിഞ്ഞാൽ അടുത്ത സപ്ലിമെന്റ് ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹിന്ദി ആയിരിക്കണം. ഒറ്റ കാര്യം പറയട്ടെ. സിദ്ധാർത്ഥ പരുത്തിക്കാട്, അതായത് 2 വർഷം സഹായത്തിനാണ്, ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്നു, എഴുത്തുകാരനാണ്. എന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം മക്കളെ ഈ ആദർശം കൊണ്ട് മലയാളം എടുത്ത് ചേർത്തിയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥ അനുഭവത്തിന് ഞാൻ പറഞ്ഞ എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞങ്ങൾക്ക് മലയാളത്തെ വെറുപ്പായിട്ടൊന്നല്ല, പിള്ളേരുടെ ഭാവിയാണ്. അത് ഞാൻ തർക്കിച്ചോട്ടെ. ഈ പറഞ്ഞ അതിന്റെ പേരിൽ അനുഭവിക്കുന്നു ഡോക്ടർ ശ്രീ സിദ്ധാർത്ഥൻ പരുത്തിക്കാട് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ മകള് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്, അത് ഇംഗ്ലീഷ് പത്രമാണ്, അതിന്റെ സബ് എഡിറ്ററാണ്. മൂത്ത മകള് നമ്മുടെ ഒരു ചാനലിലെ ചർച്ചയാണ്. ഞാൻ ഇംഗ്ലീഷ് കവിത എഴുതാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത്രയാണ് മെനക്കെട്ടോ എന്റെ മാതിരി അത്രയും മെനക്കെടാൻ പറ്റാണ്ട് വിദ്യാഭ്യാസത്തിൽ പോയ ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് സാധാരണക്കാരന് വേണ്ടിയ ഫക്രുദ്ദീൻ അലി വേറൊരു കേസ്. ഞാൻ ഇംഗ്ലീഷ് ചെയ്താറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ആളുകൾ 8 മണിക്കൂർ പഠിച്ച് ഞാൻ 16 മണിക്കൂർ പഠിച്ചിട്ടാണ് അതിന്റെ കൂടെ കുട്ടികളുണ്ട്. ഇങ്ങനത്തെ അവരെ കാണാത്ത ഫക്രുദ്ദീൻ അലിക്ക് എക്സെപ്ഷനാ. പക്ഷെ പാവപ്പെട്ട മക്കളെ കാണണം. അവരാണ് തൊഴിലില്ലാതായി പോകുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് വിദ്യാഭ്യാസ വികസനത്തിൽ പോലും അത്തരം ചില മാനങ്ങൾ ഉൾപ്പെടണം എന്ന നിർദ്ദേശമാണ് ഇവർ വെച്ചത്. പക്ഷേ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ് ഇന്ന് ഡോക്ടറും എഞ്ചിനീയറും തലപ്പത്ത് പല കോണുകളിലും ഇരിക്കുന്നവർ പഠിച്ചിരുന്ന
വിദ്യാഭ്യാസ പദ്ധതി എന്നുകൂടി ആലോചിക്കുമ്പോഴാണ് ഇവർ പറയുന്നതിലെ അശാസ്ത്രീയത എനിക്ക് ബോധ്യമാകുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇത് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സെബാസ്റ്റ്യൻ പോൾ. ഇവിടെ സിദ്ധാർത്ഥൻ പരുത്തിക്കാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ സ്വന്തം കാര്യം പറയാം. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. എൻ്റെ മക്കൾ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. എൻ്റെ മകൻ മലയാളം മീഡിയത്തിൽ കേരളത്തിൽ പഠിച്ചു. അവനിപ്പോൾ ജോലി ചെയ്യുന്നത് റോയിട്ടേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിലാണ്. അപ്പോൾ ഭാഷയല്ല പ്രശ്നം, കാര്യങ്ങൾ എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഷ നന്നായി പഠിച്ചാൽ വേറെ ഏത് ഭാഷയും പഠിക്കാൻ നമുക്ക് കഴിയും. മലയാളം മാത്രമല്ല എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ആശയം, മാനവിക വിഷയങ്ങൾ, ഹ്യൂമാനിറ്റീസ്, മാനവികമായ വിഷയങ്ങൾ പഠിക്കാതെ, മാനവിക മൂല്യങ്ങൾ അറിയാതെ മാനവികത ഉണ്ടാവില്ല. കേരളത്തിൻ്റെ 60 വർഷത്തെ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാനവികമായ ഒരു വളർച്ച നേടി എന്നുള്ളതാണ്. ആ മാനവികമായ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരവരുടെ മാതൃഭാഷ പഠിക്കണം, മാനവികമായ വിഷയങ്ങളും പഠിക്കണം. അങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ തലമുറയെ ഇടതുപക്ഷം പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അത്തരത്തിൽ വികസനത്തിന് മാനവീയമായ വശം ഉണ്ടാകണം. അത് ഭാഷയുടെ കാര്യത്തിലും അതെ, മാതൃഭാഷയുടെ കാര്യത്തിലും അതെ, മറ്റ് വികസനങ്ങളുടെ കാര്യത്തിലും അതെ. കല്ലുകടികളൊക്കെ മാറ്റി അതിജീവിക്കാനുള്ള ഊർജം നമ്മുടെ മാനവ വിഭവശേഷിയിലുണ്ട്. അത് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ചർച്ച പൂർത്തിയാകും. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ